ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ബെഡ്ഷീറ്റും പില്ലോ കവറും ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലത്തെ പോംപോം ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മീറ്ററിന് മുറിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പഴയ ബെഡ്ഷീറ്റിലും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കറക്റ്റ് ബെഡ്ഷീറ്റ് എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്കിത് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള ബെഡ്ഷീറ്റ് വെച്ചിട്ട് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളെപ്പോഴും 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് മടക്കി തുന്നാനുള്ള അത്രയും ഇട്ട് കൊടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിനു മുന്നേ ഞാൻ ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കൂ. ഇത് നമുക്ക് ഒരു മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് റെഡിയായി കിട്ടും. പക്ഷെ ഇത് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആദ്യം അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സൈഡുകളൊക്കെ മടക്കി അടിക്കാൻ. അപ്പോൾ തലയുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ലേസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ താഴേന്ന് ഒരു 20 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് കൊടുത്തിട്ട് 20 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ആ വര വരണം. ഇവിടെ കട്ടിയൊന്നും ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കണം. 2 സൈഡും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുമേ ലേസ് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ബെഡ്ഷീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു 20 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ വേണം ആദ്യം ലേസ് പിടിപ്പിച്ച് കൊടുക്കാൻ. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. 10 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു റോള് വരുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കണം, കാരണം ഈ ഒരു ഭാഗത്തേക്ക് കയറി പോവാതൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. ലേസ് വലിച്ചു പിടിക്കാതെ വേണം തയ്ച്ചെടുക്കാൻ. ഇപ്പുറത്തെ സൈഡിലേക്ക് വലിച്ചാലും നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് വലിക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതെല്ലാം നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കംപ്ലീറ്റ് മെഷർമെൻറ്റിൽ ലേസ് വെച്ച് കൊടുത്തിട്ട് പിന്നു കുത്തിയിട്ട് തയ്ച്ചെടുത്താൽ മതി. എൻഡ് വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ലേസ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ ആ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നിൽക്കും. ഇതുണ്ട്, ഇങ്ങനെ നിൽക്കണം ലേസ്. നിങ്ങളിപ്പോൾ പോംപോം ലേസ് അല്ല, വേറെ ഏതെങ്കിലും വീതി കൂടിയ ലേസൊക്കെയാണ്. ഇപ്പോൾ തുണികളുടെ തന്നെ പല ടൈപ്പിലുള്ള ലേസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. അങ്ങനത്തെ വല്ലതോ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. ഈ ലേസിൻ്റെ ഈ പോംപോം ഭാഗം തല്ലാത്ത രീതിയിൽ വേണം തയ്യൽ വീഴേണ്ടത്. ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. നഖം വെച്ചിട്ട് ഇതേ രീതിയിൽ കിട്ടും നമുക്കപ്പോൾ. കണ്ടില്ലേ, ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സൈഡുകളിലും ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗം മടക്കി അടിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി വാഷ് ചെയ്യുമ്പോഴൊക്കെ ഇനി നൂല് പിന്നിപ്പോരോ എന്തെങ്കിലും ചെയ്താലോ. അപ്പോൾ ഈ ഒരു സൈഡും അതുപോലെ അപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്കുക. ഇതിങ്ങനെ മടക്ക് നമ്മൾ തേര് ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല.
ഇതിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബ്രാൻഡ് നെയിം കാണുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യാം. അരയിഞ്ച് മടക്കിയിട്ട് ഇങ്ങോട്ട് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കിയിട്ട് തയ്ച്ചെടുത്താൽ മതി. ഇനി സൈഡുകളിൽ ലേസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 ഭാഗത്തും ഈ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കണം. ഇതിങ്ങനെ തയ്ച്ച് വന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുത്താൽ മതി. ഇത് കംപ്ലീറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ലേസ് നമുക്ക് 2 രീതിയിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ പുറത്ത് വെച്ച് തയ്ച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലും ചെയ്തെടുക്കുക. എനിക്ക് കുറച്ചും കൂടി നീറ്റ് തോന്നിയത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഞാൻ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ചെയ്തത്, പക്ഷെ അതിനേക്കാളും നീറ്റ്നെസ് കിട്ടുന്നത് ഇതുപോലെയാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ പോരുന്ന തരം ഇങ്ങനെ കോട്ടൺ ടൈപ്പ് തുണികളുണ്ടല്ലോ, അങ്ങനത്തതാണെങ്കിൽ മറ്റേ രീതിയായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള കോട്ടൺ തുണികളൊക്കെ കിട്ടുമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ബെഡ്ഷീറ്റിൻ്റെ മെഷർമെൻറ്റോ അതല്ലെങ്കിൽ ബെഡിൻ്റെ മെഷർമെൻറ്റോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുറിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പല തരത്തിലുള്ളത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പില്ലോ കവർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസാണ് നമുക്ക് പില്ലോ കവർ തയ്ക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 4ആക്കി മടക്കിയിടുന്നുണ്ട്. ലെങ്ത് വൈസിൽ മടക്കിയിട്ട് പിന്നെ വിഡ്ത്ത് വൈസിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ കയ്യിലുള്ളൊരു പില്ലോ കവർ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഈ ഒരു മെത്തേഡിൽ കട്ടിങ് അറിയാത്തവർക്ക് പോലും പില്ലോ കവർ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഇത്തിരി ഒരു ലെങ്ത്ത് വ്യത്യാസമുണ്ട്. എന്തോ ഇതിൻ്റെ കട്ടിങ്ങിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടത്, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സൈഡിലുള്ള പീസ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനല്ലെങ്കിൽ ഇതിന് കോൺട്രാസ്റ്റ് കിട്ടുന്ന കളർ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്കി ഭാഗം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് ഭാഗം കൂടുതൽ ഫ്രണ്ട് പീസ് കുറവ് അങ്ങനെ ഒന്നും കട്ട് ചെയ്യുന്നില്ല. കറക്റ്റ് 2 സൈഡും ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ യോജിപ്പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു ക്ലോസിങ് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണം. 4 പീസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള പില്ലോ കവറാണ് ഇത്. ഒരു മെഷർമെൻറ്റോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പലതരത്തിലുള്ള പില്ലോ കവറുകൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ വരുന്ന വീഡിയോകളിൽ അങ്ങനത്തെ പില്ലോ കവറുകൾ പല മോഡലിലുള്ളത് കാണിക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക. നമുക്കിതെങ്ങനെ തയ്ക്കുന്നത് നോക്കാം. ഇനി നമുക്ക് പില്ലോ കവർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല പുറം കൂടെ വെച്ച് കൊടുത്തിട്ട് അതിനിടയിലാണ് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ തയ്യലിൽ തന്നെ രണ്ടും കഴിഞ്ഞ് കിട്ടും. ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ എൻഡ് ഭാഗം എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. അതവിടെ കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യാതെ തന്നെ തിരിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക. വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണിത്. മൂന്ന് സൈഡിൽ ഞാൻ ലേസ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ലേസ് ഈ ഒരു ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അത് ഈ ലേസോട് കൂടിയിട്ട് ഈ ഒരു ഭാഗത്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗം വരെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടെ യോജിപ്പിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് അപ്പുറത്തെ സൈഡ് ഒന്ന് മടക്കി തയ്ക്കേ വേണ്ടുള്ളൂ. ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പില്ലോയിലിട്ടിട്ട് നോക്കാം. പില്ലോ കവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിൽ ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.